ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുറച്ച് നാളുകളായി നമ്മൾ സദൃശവാക്യം മുഴുവൻ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴുമെല്ലാം സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കാണ് നീതിയും നീതിമാനും. എന്താണ് യഥാർത്ഥ നീതി, അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥ നീതിമാൻ എന്ന് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവിടെ നമുക്ക് രണ്ട് വ്യത്യസ്ത നീതികളെ കാണാൻ കഴിയും. ലോകത്തിലുള്ള നീതിയും നീതിമാനും, കർത്താവായ യേശു ക്രിസ്തു എന്ന നീതിയും നീതിമാനും. നിങ്ങളെ ഭരിക്കുന്നത് ലോകത്തിൻ്റെ നീതിയും നീതിമാന്മാരുമാണോ, അതോ കർത്താവായ യേശു ക്രിസ്തു എന്ന നീതിയും നീതിമാനുമാണോ? ലോകത്തിൻ്റെ നീതി മൂലം ആരും ഉപദ്രവിക്കപ്പെടുന്നില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. പ്രിയരെ, നാം ഉപദ്രവിക്കപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്ന നീതി നിമിത്തമാണെങ്കിൽ, ഈ ലോകം നമ്മളെ പകയ്ക്കുന്നത് ആ നീതിമാൻ നിമിത്തമാണെങ്കിൽ, നമ്മളെയും കാത്ത് സ്വർഗരാജ്യം അവിടെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ പലപ്പോഴും പുറമെ നിന്നുള്ള ഉപദ്രവം നേരിടുമ്പോൾ, നമുക്കെല്ലാവർക്കും, വിശ്വാസികളായ എല്ലാവരും നേരിടുന്നൊരു കാര്യമാണ് ആ ഒരു അവിശ്വാസികളിൽ നിന്നുള്ളൊരു അകൽച്ച. അപ്പോൾ എനിക്ക് കുഞ്ഞുനാളിലെ അങ്ങനെ അനുഭവം വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ പിന്നീട് പോകെ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, നമ്മുടെ തലയിലൊരു കിരീടമുണ്ട്. ആ കിരീടത്തിലേക്ക് ഇവർ നമ്മളെ പകയ്ക്കുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും ഓരോ പൊൻതൂവലുകളായി ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഓർത്തു വയ്ക്കേ, അത് എത്രത്തോളം സന്തോഷകരമാണെന്നുള്ള കാര്യം. നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു എന്ന നീതിയും നീതിമാനും ഭരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി പഴയ നിയമത്തിലേക്ക്, പഴയ കാലത്തിലേക്ക്, ഇസ്രായേൽ മക്കളുടെ ആ സമയത്തെ കാലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവം അവർക്കൊരു ന്യായപ്രമാണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ന്യായപ്രമാണത്തിനും ഒരു നീതിയുണ്ട്. ആ ന്യായപ്രമാണത്തിൻ്റെ നീതിയാണ് പാപം ചെയ്യുന്നവൻ മരിക്കട്ടെ എന്നുള്ളത്. ഈ മരണം അനിവാര്യമായിരുന്നു. നമ്മളെന്ന എല്ലാ മനുഷ്യരും പാപികളാണെന്ന് മനസ്സിലാക്കി ദൈവം തൻ്റെ പുത്രനെ തകർക്കുവാൻ ഹിതമായി. ഒന്ന് ഓർത്തു വയ്ക്കുക പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരായാലും ഒന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, മരിക്കാൻ കിടക്കുമ്പോൾ നമ്മുടെ ചങ്കിലുണ്ടാകുന്നൊരു വേദനയുണ്ടല്ലോ, അതേ വേദന ആ പിതാവ് പുത്രനെ തകർക്കാൻ ഹിതമായി എന്ന് കേൾക്കുമ്പോഴും നമുക്കുണ്ടാവാറുണ്ടോ? അബ്ബാ പിതാവ് എന്ന ആ പുത്രൻ ആ ക്രൂസിൽ കിടന്ന് വിളിക്കുമ്പോൾ എത്രത്തോളം വേദന പിതാവും പുത്രനും അനുഭവിച്ചിട്ടുണ്ടാവും. അതാരെ നേടുവാനാണെന്ന് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ, എന്നെ നേടുവാനാണ്, ഞാനെന്ന ആ പാപിക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ആ ക്രൂസിന്മേൽ മരിച്ചത് എന്ന് ഓർക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുവാനല്ലാതെ, സകലവും സമർപ്പിക്കുവാനല്ലാതെ നമുക്കൊന്നും കഴിയാറില്ല. പിതാവിന് മനുഷ്യരോടുള്ള സ്നേഹത്തെ എടുത്തു കാട്ടിയത് തൻ്റെ പുത്രനെ ആ തകർച്ചയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടായിരുന്നു. റോമർ 5-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ ഈ കാര്യങ്ങളെ വ്യക്തമായി തന്നെ പറയാറുണ്ട്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. റോമറിൻ്റെ 5-ാം അധ്യായം 8-ാം വാക്യമാണ്. D.L. മൂഡിയുടെ സുവിശേഷ പ്രസംഗം കേട്ട് ഒരു കുപ്രസിദ്ധ കുറ്റവാളി രക്ഷിക്കപ്പെട്ടു. പിൽക്കാലത്ത് ആ വ്യക്തി അനേക ആത്മാക്കളെ നേടുന്നവനായി തീർന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിക്കാനെത്തിയതായിരുന്നു. അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തി ഒരു കുറിപ്പ് അദ്ദേഹത്തിന് കൈമാറി. അതിൽ അദ്ദേഹം ചെയ്ത കുറ്റകൃത്യങ്ങളെ ഓരോന്നായി വിവരിച്ച് എഴുതിയിരുന്നു. ആ കുറിപ്പുമായി പ്രസംഗിക്കാൻ എഴുന്നേറ്റ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: സുഹൃത്തുക്കളെ, ഞാൻ ചെയ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഈ കുറിപ്പിലൂടെ വീണ്ടും എന്നെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആ നീണ്ട പട്ടിക അദ്ദേഹം അവിടെ ഇരുന്ന് വായിച്ചു. അതിനുശേഷം ഇങ്ങനെ സമ്മതിച്ചു: ഞാൻ എങ്ങനെ ദൈവനീതിയെക്കുറിച്ച് പ്രസംഗിക്കുമെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാകാം. ബൈബിൾ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. സുവിശേഷം പറയുമ്പോഴും കേൾക്കുമ്പോഴും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഉൾപ്പെടുത്തി പറയുക കേട്ടോ, പലപ്പോഴും ഞാനും എൻ്റെ ജീവിതത്തിലും സുവിശേഷം എന്നുള്ളത് മറ്റുള്ളവരെ വിധിപ്പാനും കുറ്റം പറയാനും പലപ്പോഴും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് പോകെ എനിക്കത് മനസ്സിലായി, അത് മറ്റുള്ളവരിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടല്ല, അത് എന്നിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം. പ്രിയമുള്ളവരെ, സുവിശേഷം എന്നുള്ളത് നമ്മളിലേക്ക് തിരിയുവാനും നമ്മളുടെ കണ്ണാടി പോലെയും ആയിട്ട് ഉപയോഗിക്കുവാനാണ്. ഏതൊരു നീചനായ പാപിയെയും രക്ഷിക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അന്ന് പ്രസംഗിച്ചു.
പ്രസംഗം ഇങ്ങനെയാണ് ഉപസംഹരിച്ചത്: ഒരു മുടിയൻ പുത്രനെ പ്രയോജനമുള്ളവനാക്കി മാറ്റുവാൻ ദൈവക്ഷമയ്ക്ക് കഴിയും, സാധിക്കും. കരുണാസമ്പന്നനായ ദൈവമോ നമ്മൾ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ നമ്മളെ സ്നേഹിച്ചതിന് പകരമായി ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് ഓർക്കാം. നമ്മളതിന്ന് ഓർക്കുന്നുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ഡെയിലി നമ്മുടെ ഓരോ സ്റ്റെപ്പുകളിലും ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് ഓർക്കാം. പ്രിയരെ, നാമും മമ്മുടിയനായ പുത്രനായിരുന്നു, നാമും ആ പാപികളിൽ ഒന്നാമനായിരുന്നു എന്നൊരു കാര്യം ഓർക്കുമ്പോൾ, എത്രത്തോളം നീചരായിരുന്നു എന്ന് ഓർക്കുമ്പോൾ, ആ നീചരായിരുന്നു നമ്മെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു എന്ന് ഞാൻ ഓർക്കുമ്പോൾ, പ്രിയനാം ദൈവമേ, അങ്ങേയ്ക്കായി ഞാൻ സകലവും സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.